നേരത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുന്നതിന്റെ മുന്നേ തന്നെ എന്താ പറയാ താങ്കളുടെ കൂടെ തന്നെ കേട്ട മറ്റൊരു പേരായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ. അപ്പം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അവർ നേരത്തെ പോസ്റ്ററൊക്കെ അടിച്ച് അത്രയൊക്കെ സജ്ജമായിരുന്നു. അപ്പം അതിനെ തുടർന്ന് ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീപ്തി അതിനകത്ത് അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. അത് ഒരു തവണയല്ല, നേരത്തെ മേയർ സ്ഥാനം അവർക്ക് പോയതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് വി ഡി സതീശന്റെ ഒരു ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വി ഡി സതീശനാണ് സാറിന് വേണ്ടിയിട്ട് കൂടുതൽ വാദിച്ചത്, അങ്ങനെയൊക്കെയുള്ള ഒരു ടോക്ക് നേതൃത്വത്തിന്റെ ഇടയിലുള്ള ഒരു ഗ്രൂപ്പിസം പുറത്തു വന്നതാണോ? അതായത് വി ഡി സതീശന്റെ നോമിനി ആണ് എന്നാണ് പ്രധാനമായിട്ട് ഉയർന്ന വിമർശനം. അതിന് എന്താണ് മറുപടി പറയാനുള്ളത്? നിങ്ങൾക്ക് എവിടുന്നാണ് ഈ വാർത്തയൊക്കെ കാര്യം? ഒരു അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ്. അല്ല, നമ്മളിപ്പോ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇപ്പോ നമ്മൾ സർവം ദീപ്തം അങ്ങനെയുള്ള പല പോസ്റ്ററുകളും നമ്മൾ കണ്ടതാണ്. അപ്പോ അതൊരിക്കലും കേവലം ഒരു ആരോപണം അല്ലല്ലോ, നമ്മൾ കണ്ട കാര്യമാണല്ലോ. അപ്പോ പെട്ടെന്ന് ദീപ്തി മേരി വർഗീസിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പേര് മാറ്റത്തിലേക്ക് വരുമ്പോൾ അത് ഒരു ഗ്രൂപ്പിസത്തിന്റെ കളികളാണോ എന്ന് സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമല്ലേ? അങ്ങനെ ഒരു ഗ്രൂപ്പ് പാർട്ടിക്കകത്തില്ല. സത്യത്തിൽ ദീപ്തിയും ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ദീപ്തിയൊക്കെ ഒരേ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. പാർട്ടിക്കകത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെ നോക്കിയൊന്നും പല സ്ഥാനങ്ങളിലേക്കൊന്നും ആരെയും വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തീവ്രമായ ഗ്രൂപ്പൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും കൂടുന്ന ആളുകളൊക്കെ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി, അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുമിച്ചിരിക്കാറുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ അങ്ങനെ ഒരു തീവ്രമായ ഗ്രൂപ്പും പ്രവർത്തനമൊന്നുമില്ല. ഇപ്പം ദീപ്തിയുടെ കാര്യത്തിൽ ദീപ്തി ഏറ്റവും കോമ്പറ്റൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഏറ്റവും മിടുക്കിയായ ഒരു വനിതാ നേതാവാണ്.